റസൂൽ പറയുമ്പോ അത് കേട്ടുകൊണ്ട് മദീന പള്ളിയുടെ പരിസരത്തിൽ നിന്ന് സ്വഹാബത്ത് വീട്ടിലേക്ക് ഓടുകയാണ്. അവര് താമസിക്കുന്ന പരിസരത്തേക്ക് ഓടുകയാണ്. എന്തിനാ ഓടുന്നതെന്നറിയുമോ? എന്തിനാ അവർ പോകുന്നതെന്നറിയുമോ? അവർ താമസിക്കുന്ന ചെറ്റക്കുടിൽ മാറ്റി ഒരു പള്ളിയാക്കണം, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഭാഗത്തൊരു പള്ളി ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് അവർ പോകുന്നത്. വീട്ടിലുള്ള സമ്പത്ത് എടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പള്ളി നിർമ്മിക്കാൻ തുടങ്ങി. സഹാബികളെല്ലാവരും അവർക്ക് കഴിയുന്നത് പോലത്തെ പള്ളി നിർമ്മിക്കുകയാണ്. അതുകൊണ്ടല്ലേ മസ്ജിദ് നബവിയുടെ ചാരത്ത് 4 ഖലീഫമാരുടെ പേരിലും പള്ളിയുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പള്ളിയുണ്ട്. മസ്ജിദ് നബവിയുടെ ചാരത്ത് യമാമാ പള്ളിയുടെ തൊട്ടുചാരിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട്. മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണത്. ആ പള്ളി എന്ന് തുറക്കപ്പെടാറൊന്നുമില്ല, നിസ്കാരം നിർവഹിക്കപ്പെടാറില്ല. അതിന്റെ തൊട്ടു വലതു ഭാഗത്തായിട്ട് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലുള്ള പള്ളിയുണ്ട്. അവർ താമസിച്ചിരുന്ന പരിസരങ്ങളാണത്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഇടതുവശത്തായിട്ട് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പള്ളിയുണ്ട്. മസ്ജിദുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് കുറച്ചുകൂടി ചെന്ന് നടക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പള്ളിയുണ്ട്. മദീന പോയ ആളുകൾ ഈ പള്ളിയൊക്കെ സന്ദർശിക്കാറുണ്ട്. മസ്ജിദുൻ നബിയുടെ 4 ഭാഗങ്ങളിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ചെറുതും വലുതുമായ മിനാര പള്ളികളുണ്ടല്ലോ. ആ പള്ളികൾ ഒരുപാട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളുടെ കഥ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പള്ളിയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി കാണുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഉന്നതമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും പറയാനും കരുതിയിരുന്നു. പക്ഷേ തങ്ങൾ വരുമ്പോഴേക്ക് നമ്മുടെ പ്രഭാഷണം അവസാനിക്കണം. ആ നിയ്യത്തോടുകൂടി ഞാൻ ചുരുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോ നമ്മളിതാ മദീനയുടെ പരിസരങ്ങൾ കാണാൻ സഞ്ചരിക്കുമ്പോ നമുക്കൊരു പള്ളി കാണാം. ആ പള്ളി ഏതാണ്? മസ്ജിദു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ തിരുദൂതർക്ക് ഏറ്റവും